ഇന്നും പതിവ് പോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേറ്റത്. നമ്മൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ, പിന്നെ സൺഡേ ആണ്, പിന്നെ നാളെ സ്കൂളുള്ളത് കൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് എണീച്ചു കേട്ടോ. പക്ഷേ നാളെ സ്കൂളുണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നൈനുവിന് സ്കൂളില്ല, നൈഹുവിന് സ്കൂളുണ്ടെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. മഴ ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ലേറ്റായി എണീച്ചത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കണ പൊടി ഞാൻ നാട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പാക്കറ്റ് മേടിക്കുമ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ടൈറ്റായ പോലെ തോന്നും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള നൂൽപുട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയത് ബട്ടൂര മാത്രം ഉണ്ടാക്കുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അവർ അപ്പം ചൂടോടെ നമുക്ക് ചുട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ ഈ കടലക്കറി പോലത്തെ ഒരു കറിയില്ലേ, അതുണ്ട്. നല്ല ടേസ്റ്റ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ അവിടെ തൊട്ടടുത്തൊരു മാളുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഈ മാളിൽ പോണത് കേട്ടോ. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒന്നിങ്ങനെ ചുറ്റി കറങ്ങി നടന്നു. വെറുതെ വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അരമണിക്കൂർ കളിക്കണേന്ന് ഒരാൾക്ക് 120 റുപ്പീസ് അങ്ങാണ്ടാണ്. പിന്നെ കുറേ ചുറ്റി കറങ്ങി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു അപ്പൂപ്പ ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. ആരും അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ഒന്നും മേടിക്കാനില്ല. എനിക്ക് കുടിക്കാൻ ദാഹിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അപ്പൂപ്പനെ എന്തെങ്കിലും കുറച്ച് കാശ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയിട്ട് വെള്ളം കുടിച്ചു കേട്ടോ. എനിക്ക് പാവം തോന്നി അപ്പൂപ്പനെ കണ്ടപ്പോൾ.